അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ക്ലാസ് റിയാദുസ് സ്വാലിഹീൻ്റെ 5-ാമത്തെ ക്ലാസ്സാണ്. വിഷയം ബാബു തൗബ. തൗബയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. തൗബ എന്നാൽ പശ്ചാത്താപം. അതിനെക്കുറിച്ച് പറയുന്നു. കാലൽ ഉലമാവു തൗബത്തു വാജിബത്തു മിൻ കുല്ലി ദംബിൻ ഫൈൻ കാനത്ത് മസിയത്തു ബൈനൽ അബ്ദി വ ബൈനല്ലാഹി തആല ലാ തനാലക്കു ബിഹക്കി അദമി ഫലഹ സലാസത്തു ഷുറൂത്ത്. കാലൽ ഉലമ, പണ്ഡിതന്മാർ പറയുകയാണ്, അത്തൗബത്തു വാജിബത്തു മിൻ കുല്ലി ദംബി, എല്ലാ പാപങ്ങൾക്കും തൗബ നിർബന്ധമാണ്. ഏത് പാപം ചെയ്താലും അവിടെ തൗബ നിർബന്ധമാണ്. വൈൻ കാനത്ത് മസിയത്തു ബൈനൽ അബ്ദി വ ബൈനല്ലാഹി തആല കതതഅല്ലഖു ബിഹക്കി അദമി ഫലഹ സലാസത്തു ഷുറൂത്ത്. വൈൻ കാനത്ത് മസിയത്തു, ആ പാപമാണെങ്കിൽ, ബൈനൽ അബ്ദി ബൈനല്ലാഹി, അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ളത്, അള്ളാഹുവിനോട് ചെയ്ത പാപമാണെങ്കിൽ, ലാ തതഅല്ലഖു ബിഹക്കി അദമി, മനുഷ്യരുടെ അവകാശവുമായി ബന്ധമില്ലാത്ത അള്ളാഹുവുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ, ഫലഹ സലാസത്തു ഷുറൂത്തി, 3 നിബന്ധനകൾ ഉണ്ട്. ആ തൗബക്ക് 3 നിബന്ധനകളുണ്ട്. അഹദുഹ, ഒന്നാമത്തേത്, അൻ യഫ്ലിഉ അൻ മാസിയത്തി, പാപങ്ങളിൽ നിന്നും പിന്തിരിയുക. വസാനി, രണ്ടാമത്തേത്, അൻ യന്തമ അല ഫീലിയ, ചെയ്ത പാപത്തിൽ ഖേദം പ്രകടിപ്പിക്കുക. ഞാൻ കുറേ പാപം ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിൽ ഖേദം പ്രകടിപ്പിക്കുക. വസാലിസു, മൂന്നാമത്തത്, അൻ യസമ അല്ലാ യഊദ ഇലൈഹ അബദ, ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. ജീവിതത്തിൽ ഞാൻ ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. വൈൻ ഫുക്കിദ അഹദു സലാസത്തി ലം തിമിദൗ തൗബത്തു അൻ യസിമ അല്ലാ യഊദു ഇലൈഹ അബദ ഫൈൻ ഫുക്കിദ അഹദു സലാസത്തി ലം തസിഹു തൗബ. ഈ 3 നിബന്ധനകൾ ഒന്നൊഴിവായാൽ ഈ തൗബ ശരിയാവില്ല. അപ്പോൾ തൗബ ശരിയാവാൻ മനുഷ്യരുമായി ചെയ്ത തെറ്റല്ല, അള്ളാഹുമായി ചെയ്ത തെറ്റാണെങ്കിൽ ഇവിടെ തൗബ ശരിയാക്കാൻ 3 ഷർത്തുകൾ ആണ് ഉള്ളത്. 1, പാപങ്ങളിൽ നിന്നും പിന്തിരിയുക. 2, ചെയ്ത പാപത്തിൽ ഖേദം പ്രകടിപ്പിക്കുക. 3, ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അവൻ്റെ തൗബ സ്വീകാര്യമല്ല. വൈൻ കാനത്ത് മസിയത്തു തതഅല്ലഖു ബി അദമി, ഇനി മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിലോ, മനുഷ്യനുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ, ഫശർത്തുഹ അർബാത്തു, അതിൻ്റെ ഷർത്തുകൾ 4 എണ്ണമാണ്. അതിഹി സലാസത്തു, ഈ 3 നിബന്ധന ഇവിടെയുമുണ്ട്. ഇതിൽ 4 നിബന്ധനകൾ. അതിൽ 1 ഏതാണ്? ഫഹൻ യബ്റാ മിൻ ഹക്ക മാഹിബിഹ, ബന്ധപ്പെട്ട ആളുമായി ബാധ്യതകളിൽ നിന്നും ഒഴിവാകുക. ഒരാൾക്ക് പണം കൊടുക്കാൻ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് റീബത്ത് പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും ഒഴിവാകുക. മാല ഔ തഹൂഹു റദ്ദത്തു ഇലൈഹി, സാമ്പത്തികമോ മറ്റോ ഉള്ള ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് വീടണം. അതിനുശേഷം ഈ 3 നിബന്ധന വേറെയും. വൈൻ കാനത്ത് ഹദൻ ഫദ്ഫി വനഹ്വുഹു മക്കന്നഹു, വ്യഭിചാരമോ വ്യഭിചാര ആരോപണം നടത്തുക അതുപോലെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ ശിക്ഷാ നടപടിക്ക് വിധേയമാകണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് പൊരുത്തപ്പെടുക. ഔ തൊലബ അഫ്വാഹു, അല്ലെങ്കിൽ നീ ഉളരണം.
വ്യഭിചാര ആരോപണം നടത്തിയ ആൾക്ക് ശിക്ഷയുണ്ട്. എങ്ങനെ ശിക്ഷയാണ്? ആ മക്കനഹു, അതിന് സൗകര്യം ചെയ്തു കൊടുക്കണം. വൈൻകാന ഈബത്തും ഇസ്തലഹു മിൻഹ, ഈബത്ത് പോലോത്തത് ആണ്. അല്ലെങ്കിലോ അതിൽ നിന്നും അവൻ്റെ പൊരുത്തം വാങ്ങണം. അപ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ഇവിടെ 4 ഷർത്തുകളുണ്ട്. അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ 3 ഷർത്താണുള്ളത്. മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവൻ്റെ ഹക്കിൽ നിന്നും ബാധ്യതയിൽ നിന്നും ഒഴിവാകുക എന്ന 4ാമത്തെ ഷർത്ത് കൂടി ഉണ്ട്. വാജിബ് നിർബന്ധമാകും. അവൻ യതൂബ മിൻ ജമീ ദുനൂബി, ഏത് തെറ്റാണെങ്കിലും എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നിർബന്ധമാണ്. ഫൈൻ കാന താബ മിൻ ബഗ്ലിഹ മഹ്ത തൗബത്തു ഇന്ദ അഹ്ലിൽ ഹക്കി മിൻ ദാലിക ദൻബി വബഗി അലൈഹി ബാക്കി, കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈൻ താബ മിൻ ബഗ്ലിഹ, അതിൽ നിന്നും ചിലത് മാത്രമാണ് തൗബ ചെയ്തത് എങ്കിൽ സുഹത്താവുക. തൗബത്തുഹു, അവൻ്റെ തൗബ പരിഹരിക്കുന്നതാണ്. എവിടെ? അഹ്ലിൽ ഹക്കി, ചില പണ്ഡിതന്മാരുടെ അടുക്കൽ. മിൻ ദാലിക ദൻബി, കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ തെറ്റിൽ നിന്നും തൗബ ചെയ്തിട്ടില്ല. ചില തെറ്റിൽ നിന്നും തൗബ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ തെറ്റിൽ നിന്നും അവൻ ഒഴിവാകുന്നതാണ്. വബക്കിയ അലൈഹി ബാക്കി, ബാക്കിയുള്ള മുഴുവനും അവൻ്റെ മേൽ നിലനിൽക്കുന്നതുമാണ്. ഇനി തൗബ നിർബന്ധമാണ് എന്നുള്ളതിന് തെളിവ്. വഖദ് തലാഹറത്ത് ദലായിക്കൽ കിതാബി, തൗബ നിർബന്ധമാണ് എന്നുള്ളതിന് തെളിവുണ്ടോ? ഇജ്മാഉൽ അമ്മിഹി വുജൂബി തൗബ. വഖദ തലാഹറത്ത് ദലായിലി കിതാബി വസുന്നത്തി വജമായിൽ അമ്മത്തി, ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അതിന് തെളിവുകൾ ഉണ്ട്. വജമായി അൽ അമ്മാത്തി അലാ വുജൂബി തൗബ, തൗബ നിർബന്ധമാണെന്ന് ഖുർആനിലും ഹദീസിലും ഇജ്മായിലും വ്യക്തമായി തെളിയുന്നുണ്ട്. ഖാലല്ലാഹു സുബ്ഹാനഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹു അൽ മുഅ്മിനീന ലഅല്ലക്കും തുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വതൂബു ഇലല്ലാഹി തആല, നിങ്ങൾ തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് പൂർണ്ണമായി തൗബ ചെയ്തു മടങ്ങുക. അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് പൂർണ്ണമായി മടങ്ങുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. നൂറ് സൂറത്ത് 31-ാമത്തെ ആയത്ത്. ചില സ്ഥലത്ത് കാണാം, വഖാല തആല ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. ഹൂദ് സൂറത്ത്. നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, ശേഷം നിങ്ങൾ അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുകയും ചെയ്യുക. വഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ, ഓ സത്യവിശ്വാസികളെ, ഇലല്ലാഹി തൗബത്തു നസൂഹൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. തൂബൂ ഇലല്ലാഹി, സമ്പൂർണമായ തൗബ ചെയ്തു മടങ്ങുക. സൂറത്തുൽ തഹ്രീമിലെ 8-ാമത്തെ ആയത്ത്. ഇനി 1-2 ഹദീസ് പറയാം. 1-ാമത്തെ ഹദീസ്, വഅൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ തൊട്ട് നിവേദനം, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, ബഹുമാനപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ പാപമോചനം തേടാറുണ്ട്. വഅതൂബു ഇലൈഹി, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഫിൽ യൗമി, എല്ലാ ദിവസവും. അക്സറം മിനൽ 70 മർറ, 70-നേക്കാൾ അധികം സമയം പ്രാവശ്യം അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും പാപമോചനം
തേടുകയും ചെയ്യാറുണ്ട്. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അടുത്ത ഹദീസ് നോക്കാം. വഅൻ നബി അർബിനു യസാരിൽ മുസിബിനി റളിയല്ലാഹു അൻഹു കാല. ബഹുമാനപ്പെട്ട യസരി അൻഹുവിനെ തൊട്ട് നിവേദനം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യാ അയ്യുഹന്നാസു തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു വതൂബു ഫീ അൽ-യൗമി ഇലൈഹി മിഅത്തും മർറ. യാ അയ്യുഹന്നാസു, ഹേ ജനങ്ങളെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, അല്ലാഹുവിനോട് പാപമോചനം തേടുകയും തൗബ ചെയ്യുകയും ചെയ്യുക. ഫഇന്നി അതൂബു, ഞാൻ ദിവസവും തൗബ ചെയ്യുന്നുണ്ട്. മിഅത്തു മർറ, ഞാൻ ദിവസവും 100 പ്രാവശ്യം തൗബ ചെയ്യുന്നുണ്ട്. ഇത് മുത്തഫഖു അലൈഹിയാണ്. ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 തവണയെങ്കിലും 70 തവണ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട് ദിവസവും. അതുകൊണ്ട് മുത്തഖീങ്ങളായ നമ്മൾ 100 തവണയോ 70 തവണയോ പൊറുക്കലിനെ തേടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫ തങ്ങൾ നമ്മോട് പറയുന്നു. ദിക്ർ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇൽമുകളൊക്കെ നാഫിയാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.